ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എന്റെ നാട്ടില് ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസയും തവസ്സുലും അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിഞ്ഞാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. ഇതിനൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു സ്വർണ്ണ ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ദേവൻ അതേപോലെ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. ഈ ബിംബത്തിന്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കുക. ഓരോ കാവും ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ ശുഹദാക്കള് അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിഹാസമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോ ഈ ശൈത്താനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കു അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം.